BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. അപ്പോൾ ഇൻ കേസ് എന്തൊരു ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഇവർക്ക് ആർക്കെങ്കിലും ആ സ്ഥാനത്തിരിക്കുന്നവർക്ക് വന്നാൽ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തെ രണ്ട് സ്ഥാപനങ്ങളെ സംബന്ധിച്ച് രണ്ട് സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റാണ്. കേരള ഗവൺമെൻറ്റിന് ചില പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഭരണത്തിന് ആവശ്യമായ ഡയറക്ടേഴ്സിനെ നിയോഗിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ നടത്തുവാൻ അധികാരം നൽകുന്ന വകുപ്പുകളുണ്ട്. അപ്പോൾ ആ പ്രതിസന്ധി ചെന്ന് പെട്ടാലും രണ്ടാൾക്കും ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണം അനിവാര്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കണ്ടതുകൊണ്ട് അല്പം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് ഉള്ള ഒരു നിലപാടാണ് ഇപ്പോൾ രണ്ടുപേരും കൂടെ യോജിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ പിന്താങ്ങുക. അടുത്ത ഭരണത്തിലേക്കും ഈ ഗവൺമെൻറ് വന്നാൽ പിന്നെ ഒരു 5 കൊല്ലക്കാലത്തേക്ക് കൂടി ഈ കാര്യങ്ങളെല്ലാം കോടിച്ചോറയിൽ വെക്കാൻ കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഒരു 5 കൊല്ലം കൂടി ആകുമ്പോഴത്തേക്കും കമ്പനി നിയമത്തിൽ പ്രായവ്യവസ്ഥയൊന്നും ഇല്ലെങ്കിലും പിന്നെ തുടരുക എന്ന് പറയുന്നത് സാമാന്യ രീതിയിൽ ബുദ്ധിമുട്ടായിരിക്കും എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ അതിനു വേണ്ടിയിട്ടും ഒരു മാർഗം കണ്ടുപിടിച്ചിരിക്കുക, ഒരു ടാർഗറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നതാണ് ഈ യോജിപ്പിനുള്ള ഒരു ടാർഗറ്റ്. ആ ടാർഗറ്റായിട്ട് കണ്ടിരിക്കുന്നത് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ, മുസ്ലിം ലീഗിനെയുമാണ്. മുസ്ലിം ലീഗിനെയും മുസ്ലിം കമ്മ്യൂണിറ്റിയെയും ഒരു ടാർഗറ്റാക്കി കണ്ടുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പൂരകമായ അജണ്ടകൾക്ക് പാത തെളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യത്നം. പണ്ടൊരു സമയത്ത് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ കോട്ടയം, ഇടുക്കി ജില്ലകളിലൊക്കെ വന്നു കഴിയുമ്പോൾ അദ്ദേഹം പറയുന്ന ചില വാചകങ്ങളുണ്ട്. അത് ക്രിസ്ത്യൻ സമൂഹത്തിനെ ടാർഗറ്റാക്കിക്കൊണ്ടായിരുന്നു. ഈ നാടിൻ്റെ വിഭവങ്ങളെല്ലാം ക്രിസ്ത്യാനികൾ കൊണ്ടുപോവുക ആണ്, അതുകൊണ്ട് ഈഴവർക്ക് ഒന്നും കിട്ടുന്നില്ല, കാൽക്കാശിന് വകയില്ല, ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിലാപങ്ങൾ ധാരാളമായിട്ട് ആവർത്തിച്ച് അദ്ദേഹം പറയുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ടാർഗറ്റ് ഒന്ന് മാറ്റി ആ ടാർഗറ്റിൻ്റെ പോയിന്റിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ആകെ കുഴപ്പമുണ്ടാക്കുന്നത്. നായന്മാരും ഈഴവരും കൂടിയുള്ള വഴക്ക്, അഭിപ്രായ വ്യത്യാസങ്ങൾ, യോജിപ്പില്ലായ്മ, ഇതിൻ്റെയൊക്കെ കാരണം മലപ്പുറത്തെ മുസ്ലിങ്ങളുടെ ഒരു കൂട്ടായ്മ, മുസ്ലിം ലീഗ്, മുസ്ലിം കമ്മ്യൂണിറ്റിയെ പൊതുവായിട്ട് ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം ചൊരിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണം, ആ പ്രചരണത്തിൻ്റെ മറവിൽ ഈ ഒരു ഹിന്ദു കൺസോളിഡേഷൻ, പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റിയിലുമൊക്കെ ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കിയെടുക്കാമെന്നും ആ കൺസോളിഡേഷനെ ഒരുപക്ഷെ ഇന്നത്തെ ഭരണപക്ഷത്തിന് പ്രയോജനകരമായി തിരിക്കാം എന്നും ഉള്ള ഒരു കണക്കുകൂട്ടലാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് ന്യായമായി സംശയിച്ചാൽ അതിന് കുറ്റം പറയാനായിട്ട് പറ്റില്ല